പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ JCNDSD വാട്സാപ്പ് ആത്മീയ കൂട്ടായ്മയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവിൻ്റെ ദാസിമാർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരന്മാർക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുവ മെസ്സിഹയുടെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും തുടർന്ന് ഇതിൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുവ മെസ്സിഹയുടെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, അതായത് യേശുവ മെസ്സിഹയുടെ പരിശുദ്ധമായ നാമത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 4 വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ആണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്നുള്ള ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകൾ. ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. 1-ാം നൂറ്റാണ്ടിൽ യെരുസലേമിൽ അപ്പൊസ്തലന്മാരാൽ സ്ഥാപിതമായ കർത്താവായ യേശുക്രിസ്തു മൂലക്കല്ലായി അപ്പൊസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടു വന്നിരിക്കുന്ന സഭ എന്തെല്ലാം കൽപ്പനകളായി പ്രമാണിച്ചിരുന്നുവോ, അനുസരിച്ചിരുന്നുവോ, നടത്തി വന്നിരുന്നുവോ അത്തരം കാര്യങ്ങളാണ് നാം അപ്പൊസ്തല പ്രവൃത്തികൾ തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള മേലിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് തൊട്ട് പിന്നിലായി സംഭവിക്കുകയും നിറവേറ്റപ്പെടുകയും ചെയ്യുമെന്ന് തിരുവെഴുത്തുകളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും അപ്പൊസ്തലന്മാരാൽ ആചരിച്ചും പ്രമാണിച്ചും നടത്തി വന്നിരുന്നതുമായ ഉപദേശങ്ങളിൽ വെള്ളം ചേർക്കാതെ അതിൽ എഴുതിയിരിക്കുന്ന പ്രകാരം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആചരിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ് JCNDSDയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് ഇനിയൊരു കൂട്ടത്തെ ചേർക്കാൻ വരുമെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ, എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ രണ്ടാമത് പ്രത്യക്ഷമാകുമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് മേഘങ്ങളിൽ ചേർക്കുമെന്ന് നമുക്ക് അപ്പൊസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെ എഴുതിയിരിക്കുന്ന പ്രകാരം അത് 1 കൊരിന്ത്യർ 15 അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രം കർത്താവിൻ്റെ ദാസനായ പൗലോസ് അപ്പൊസ്തലന് നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം പ്രസ്താവിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ നാളുകളിൽ വരെയും ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ അതേ വിശ്വാസ പ്രമാണം ആചരിച്ച് ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്ത് അങ്ങനെ ആ 2 കൂട്ടരും മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കുവിൻ എന്നും എഴുതിയിരിക്കുന്നു. അപ്രകാരം കർത്താവ് വരുമ്പോൾ കർത്താവ് ചേർക്കാൻ പോകുന്നത് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്ന, 1-ാം നൂറ്റാണ്ടിലെ ദൈവവിശ്വാസത്തെയും 1-ാം നൂറ്റാണ്ടിലെ കൂട്ടായ്മയുടെ അനുഭവത്തെയും 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ക്രിസ്തു സഭയുടെ പ്രമാണങ്ങളെയും ഉപദേശങ്ങളെയും മുറുകെ പിടിക്കുന്നവരുമായ ഒരു തലമുറ, ഒരു ശേഷിപ്പ് ഈ അന്ത്യകാലത്ത് ഉണ്ടാകും എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പൊസ്തല പ്രവൃത്തികളിൽ നാം കാണുന്ന ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായ ഏക ദൈവത്തിലും ഏക സ്നാനത്തിലും ഏക കർത്താവിലും ഏക വിശ്വാസത്തിലും ഏക പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ കൂട്ടായ്മ എന്നുള്ള നിലയിൽ JCNDSDയുടെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ അനവധി ഉപദേശങ്ങളുടെ കാറ്റിനാൽ അഴഞ്ഞ് ഉഴലുന്ന ശിശുക്കളെ പോലെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർക്ക് ശരി ഒന്ന് മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയോ സഭയെയോ ആ വചനങ്ങൾ ന്യായീകരിക്കുകയോ നീതീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് ഈ കാലഘട്ടത്തിൽ
യഥാർത്ഥ സത്യസഭയുടെ ശേഷിപ്പ് എന്ന് തിരിച്ചറിയേണ്ടി വരും. നിശ്ചയമായും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളോ നമ്മൾ പിന്തുടരുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജീവിത രീതിയോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചോ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സഭയിൽ നടത്തിവരുന്ന സ്നാനത്തെ സംബന്ധിച്ചോ ഏതെല്ലാം കാര്യങ്ങളിലാണോ നമുക്ക് ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളത്, അതിന് നമ്മൾ ഏതെങ്കിലും സഭയുടെ പ്രമാണങ്ങളെയോ സഭയുടെ പ്രമാണങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരെയോ കണ്ടിട്ടല്ല നമ്മളത് ഉറപ്പാക്കേണ്ടത്. മറിച്ച് ദൈവവചനത്താലാണ് നാം നമ്മളുടെ വിശ്വാസ പ്രമാണത്തെ ഉരച്ചു നോക്കി അത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ JCNDSDയിലെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ 100% ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനങ്ങളിൽ വിശ്വസിക്കുകയും അത് നിവൃത്തിയാക്കിയ പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരിലും അവരാൽ നൽകപ്പെട്ട തിരുവെഴുത്തുകളിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ 66 പുസ്തകങ്ങളുള്ള ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും ദൈവശാസ്ത്രീയമാണെന്നും അത് ഒന്നിനോടൊന്ന് വിയോജിക്കുന്നില്ലെന്നും ഒന്നൊന്നിനെ ആരടിയ ഇണവാക്യങ്ങളാൽ അല്ലെങ്കിൽ അനേക വാക്കുകളുടെ മൊഴിയാൽ സാക്ഷ്യമൊഴികളാൽ ഉറപ്പിക്കപ്പെട്ടതാണെന്നും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതിനാൽ ഞങ്ങൾ ഭാഗ്യവാന്മാരെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എൻ്റെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മുമ്പും പിൻപും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോസാന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസാന്ന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി വായിക്കാം. മുമ്പും പിമ്പും നടന്ന പുരുഷാരം, മുമ്പും പിമ്പും നടന്ന ജനക്കൂട്ടം ദാവീദ് പുത്രന് ഹോസാന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസാന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വൺ ഹു കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് ബ്ലസ്ഡ് എന്നാണ്. അപ്പം നെയിം ഓഫ് ദ ലോർഡ് LORD ക്യാപിറ്റൽ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അവിടെ പറയുന്നത്. ആരാണ് യഹോവയുടെ നാമത്തിൽ വന്നത്? ഏതാണ് യഹോവയുടെ നാമം? എന്തുകൊണ്ടാണ് യേശുവയെ അല്ലെങ്കിൽ യേശുവിനെ യഹോവയുടെ നാമം പറയാനുള്ള കാര്യം? പഴയ നിയമത്തിൽ നാം വായിക്കുന്ന YHWH എന്ന ടെട്രാഗ്രമേഷനിൽ പറയപ്പെട്ടിരിക്കുന്ന യാഹ്വേ എന്ന അർത്ഥമുള്ള യഹോവയായ ദൈവം അല്ലെങ്കിൽ ഏകസത്യ ദൈവം, ആ ദൈവം വരുവാനുള്ള നാളുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയുടെ നാമം അല്ലെങ്കിൽ യഹോവ സാൽവേഷൻ എന്ന നാമമാണ് യശുവ എന്ന അല്ലെങ്കിൽ യേശു എന്ന മലയാളത്തിൽ വിളിക്കുന്ന നാമം. ആ നാമത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് തിരുവെഴുത്തുകളിൽ ധാരാളം ഇടങ്ങളിൽ കാണുവാൻ കഴിയും. കാരണം മത്തായിയുടെ സുവിശേഷം 1:21 വായിക്കുന്ന അവൻ തൻ്റെ ജനത്തെ, ദൈവം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യശുവ എന്ന് പേർ വിളിക്കണമെന്ന് ഹെബ്രായ ഭാഷയിൽ യേശുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി സ്വർഗത്തിലെ ഒരു ദൂതൻ വന്ന് യോസഫിനെ അറിയിക്കുന്നതാണ് 1:21 ഇതിവൃത്തം. അപ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ പിതാവായ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനനമെടുത്ത് ദേഹമെടുത്ത് വരുന്നവന് നൽകേണ്ടുന്ന നാമമാണ് യശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്ന് തിരുവെഴുത്തിൽ പറയുന്നു. 118-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു മെസ്സിഹ പ്രൊവസി അല്ലെങ്കിൽ മെസ്സിഹായുടെ പ്രവചനത്തെ സംബന്ധിച്ച് ദാവീദും സങ്കീർത്തനത്തിൽ ഉരുവിടുന്നുണ്ട്. മത്തായി 23:39 വായിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഹോശിയ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹോശിയ അതിൻ്റെ 5:15 നാം വായിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ യേശുക്രിസ്തു ഇസ്രായേലിൽ ജനിച്ച് വളർത്തപ്പെട്ട് അവൻ പാപങ്ങളുടെ പരിഹാരമായി യഹൂദന്മാരാൽ ആരോപിക്കപ്പെട്ട് റോമ ഗവൺമെൻറ്റിനാൽ കൊല ചെയ്യപ്പെട്ട് കാൽവരി ക്രൂസിൽ മരണപ്പെട്ട് അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്തുവെങ്കിലും അവരുടെ മെസ്സിഹയാണ് അവർക്ക് നൽകപ്പെട്ട മെസ്സിഹയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തങ്ങൾ ക്രൂശിച്ചവനെ അവർ ആ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് അവർ പറയുമ്പോഴും
ഞാൻ നിങ്ങളെ കാണുകയില്ല എന്ന് മത്തായി 23:39 പറയുന്നു. ഹോശേയ 5:15 കർത്താവ് പറയുന്നു, ഞാൻ അതുവരെയും മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 7:14 വായിക്കുകയാണ്, കന്യ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുയേൽ എന്ന് വിളിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇമ്മാനുയേൽ എന്ന രണ്ട് പദങ്ങളുടെ കോമ്പിനേഷൻ പദത്തിൽ പറയുന്നു. ഏൽ എന്നാൽ ദൈവം, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ, അതായത് യഹോവ മനുഷ്യരോടുകൂടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നു. യോഹന്നാൻ 1:12 നാം വായിക്കുന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആരെ കൈക്കൊള്ളണം? യേശുവിനെ കൈക്കൊള്ളണം. എന്തായിട്ട് കൈക്കൊള്ളണം? യേശു ദൈവത്തിൻ്റെ നാമം ധരിച്ചു വന്നവനാണെന്നും യേശു മനുഷ്യൻ്റെ പാപങ്ങളുടെ കടം കൊടുത്തു വിടുവാൻ യഹോവ വസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത പാത്രമാണെന്നും ദൈവവചനം പറയുന്നു. കാരണം യേശുവിൻ്റെ സ്നാനത്തിങ്കൽ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ഈ അവനിൽ വസിക്കുവാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം പാപകടങ്ങളുടെ മോചനത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ദൈവം വസിക്കുവാൻ വേണ്ടി എടുത്ത ഒരു പാത്രമാണ് എന്ന് സങ്കീർത്തനം 40 നാം വായിക്കുന്നു, എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരുന്നു എന്ന്. അപ്പോൾ ദൈവം വീണ്ടെടുപ്പിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി എടുക്കപ്പെട്ട തേജസ്സിൻ്റെ യഹോവയായ കർത്താവ് മരിക്കുവാൻ വേണ്ടി എടുത്ത ശരീരമാണ് യേശു എന്ന് അവിടെ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 2:7-8 നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, യേശു ക്രിസ്തു തേജസ്സിൻ്റെ കർത്താവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നും കൂടെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. എന്നാൽ തികഞ്ഞവരിടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമെത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ എന്ന് പറയുന്ന ഇസ്രായേൽ അവരുടെ ദൈവമായ കർത്താവിനെയാണ് ക്രൂശിച്ചതെന്ന് അവരറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ്. ഒരു കാലത്ത് യഹോവയെ മാത്രം ദൈവമായി ആരാധിക്കുകയും യേശുക്രിസ്തുവിനെ ദൈവമാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ യഹോവയുടെ ഉള്ള തൻ്റെ തീഷ്ണ നിമിത്തം അവരെ കൊന്നെടുക്കുവാൻ നടന്നവൻ ഇപ്പോൾ പറയുകയാണ് അവൻ തേജസ്സിൻ്റെ കർത്താവായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ യേശുക്രിസ്തു തേജസ്സിൻ്റെ കർത്താവാണ് എന്നുള്ളത് അനേകർക്ക് മറവായിരിക്കുന്നു. അന്നും യഹൂദന്മാർക്ക് മറവായിരുന്നത് ഇന്ന് ജാതികളിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾക്ക് മറവായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ദൈവം ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും സ്ഥാപിക്കുന്നു എന്ന് പറയുന്നു. അതിൽ ആരെങ്കിലും അതിനെ തട്ടിയാൽ അത് അവനെ ധൂളിയാക്കും. എന്നാൽ ആ നാമം അതിനെ സ്വീകരിക്കുന്നവർ, ആ യെശുവ എന്ന നാമം, സിയോനിൽ മനുഷ്യന് വേണ്ടി ദൈവം രക്ഷയ്ക്കായി സ്ഥാപിച്ച നാമത്തെ സ്വീകരിക്കുന്നവർ ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരും എന്നും നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വീകരിച്ച നാമമാണ് ആ നാമമെന്ന് നമ്മൾ യെശയ്യാവ് 12:2 നാം വായിക്കുന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എന്താണ് എന്ന് നാം അറിയണം. യഹോവയുടെ നാമം എന്ന് വെച്ചാൽ യഹോവ വീണ്ടെടുക്കുവാൻ വേണ്ടി എടുത്ത നാമമാണ് യേശുവ എന്ന നാമം. അതായത് യേശുവ എന്ന നാമം, അല്ലെങ്കിൽ മലയാളത്തിൽ നാം യേശു എന്ന് പറയുന്ന നാമം യഹോവയുടെ രക്ഷാകരമായ നാമമാണ്, അല്ലെങ്കിൽ യഹോവ രക്ഷകൻ എന്നാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിനെ കേവലം തൃത്വത്തിൽ രണ്ടാമനായിട്ടോ ഒരു കുറഞ്ഞ ദൈവമായിട്ടോ അല്ല നാം വിശ്വസിക്കേണ്ടത്. യേശു തേജസ്സിൻ്റെ കർത്താവ്, അല്ലെങ്കിൽ ആ തേജസ് മരണകരമായ മരിക്കാൻ തക്കതായ ഒരു ജഡമെടുത്തു വന്നു. ദൈവത്തിന് മാത്രമേ അത്രമാത്രം താഴുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യെശയ്യാവ് 25:9 നാം വായിക്കുന്ന, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം
അവനെയത്രേ നാം കാത്തിരുന്നത്. നമുക്കറിയാം, ദൈവം ഒരിക്കൽ പോലും മനുഷ്യന് വേണ്ടി പ്രത്യക്ഷമായിട്ടില്ല. ഒരിക്കലും ഇസ്രായേൽ ജനം അവര് മോശ മാത്രം ദൈവത്തോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ മോശ പറയുന്നതൊക്കെ അനുസരിച്ചുകൊള്ളാം എന്ന് അല്ലെ പറഞ്ഞ ഒരു ജനമാണ്. അവരൊരിക്കലും യഹോവയെ മുഖാമുഖം കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, കാണുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ മോശ ആണ് ദൈവം പ്രത്യക്ഷമായപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും യഹോവയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, യഹോവയുടെ അടുക്കൽ നിന്ന് വരുന്ന മോശ പറയുന്നതൊക്കെയും അനുസരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇവർ ഒരു മെസ്സിഹയെ കാത്തിരിക്കുന്നുണ്ട്. ആ മെസ്സിഹ യഹോവയാണെന്നും അവർ പ്രസ്താവിക്കുകയാണ് ഇവിടെ. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശുവ രക്ഷകനായി ദൈവം വെളിപ്പെടും എന്നുള്ളത് അവർ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായി ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവർ കാത്തിരുന്നത് പോലെ അവരുടെ മെസ്സിഹ, അവരുടെ യഹോവ അവരെ സന്ദർശിച്ചപ്പോൾ അവരെ തിരുവെഴുത്തുകളിൽ പറയും പ്രകാരം അവർ അവനെ ക്രൂശിത്തറച്ചു, അവർ അവനെ അവിടെ വെച്ച് ക്രൂശിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ അവരുടെ മെസ്സിഹായെ ക്രൂശിത്തറച്ചു വന്നു. ഇനിയും അവർ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെയും ഞാൻ മടങ്ങിപ്പോയി അവിടെ ഇരിക്കുമെന്ന് ഹോസിയ 5:19 പറയുന്നു, 5:15 പറയുന്നു. എന്നാൽ കഷ്ടതയുടെ നടുവിൽ അവരിനി ഒരിക്കൽ കൂടി ജാഗ്രതയോടെ വിളിച്ചപേക്ഷിക്കും. കാരണം സഭ മാറ്റപ്പെട്ടതിന് ശേഷം ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിലെ 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ ആരംഭിക്കും. അവിടെ ഹല്ലേലൂയ മെസ്സിഹായ്ക്ക് ശേഷം അവിടെ അവരെ ഒരു താൽക്കാലിക രക്ഷകൻ എന്നുള്ള നിലയിൽ ഒരുവൻ പ്രത്യക്ഷമാകും. അവൻ അന്തിക്രിസ്തു ആയിരിക്കും. എന്നാൽ ഹല്ലേലൂയ അവൻ്റെ വാഴ്ച തുടങ്ങി അതിൻ്റെ പാതിയിൽ അവൻ്റെ സർവ്വ സ്വഭാവവും പുറത്തെടുക്കുകയും അവൻ്റെ തന്നെ ഒരു വിഗ്രഹം വെച്ച് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് അവരോധിച്ച് അതിനെ ആരാധിക്കുവാൻ കൽപ്പിക്കപ്പെടുന്ന ഒരു നാഴിക വരുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്ന യഹൂദൻ്റെ മേലും യഹൂദ മതാനുസാരികളുടെ മേലും വരുവാനുള്ള ഉഗ്രകോപത്തിൻ്റെ നാളുകളിൽ അവർ കഷ്ടതയോടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കും. അവർ ജാഗ്രതയോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ പ്രത്യക്ഷമാകും. അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവൻ്റെ കയ്യിൽ കാലുകൾ ആണിപ്പഴുതുകൾ ഉണ്ടായിരിക്കുമെന്ന് സക്രിയ പ്രവചനം 12-13 അധ്യായങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും. അന്നവർ കരച്ചിലോടും വിലാപത്തോടും കൂടെ കർത്താവിനെ സ്വീകരിക്കുകയും അത് മുൻ നിയമിക്കപ്പെട്ട ആ രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്ന യഹൂദൻ്റെ രക്ഷയായി തീരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അന്നാളിൽ അവൻ യഹൂദാ ഗൃഹത്തിൻ്റെ മേലും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേലും യാതിനുടെയും കൃപയുടെയും ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയും ദൈവം അവരെ ബ്ലൈൻഡാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ കണ്ണ് തുറക്കപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താണ്? ജാതികളിലുള്ള ഇന്നുവരെയും ജാതികളിൽ നിന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക മുതൽ പെൻഡക്കോസ്റ്റൽ വരെയുള്ള ബ്രദറൻ ബാപ്റ്റിസ്റ്റ് അങ്ങനെയുള്ള സഭകൾക്ക് ഇന്നും അവർക്ക് യഹൂദൻ്റെ മനോഭാവമാണ്. ഇന്നും അവർക്ക് ആ മെസ്സിഹ വാസ്തവമായും കർത്താവാണ്, LORD ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന യഹോവയാണ് എന്ന് ഇനിയും മനസ്സിലാകാതിരിക്കുന്നത് നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. റോമർ 10:13 നാം വായിക്കുന്ന യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ റോമർ 10:9 നാം വായിക്കുന്നത് എന്താണ്? യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട്, യേശുവിനെ കർത്താവെന്ന് പറയാനായിട്ട് ആർക്കാ കഴിയാത്തത്? യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഉദ്ധരണിയുടെ കൊട്ടേഷനാണത്. യേശുവിനെ യഹോവ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്ക് വേണ്ടി വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ആ വചനം അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാതെ ഉരുവിട്ടത് കൊണ്ട് രക്ഷ ലഭിക്കുകയില്ല. എന്നാൽ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ പരിഗണിക്കുന്ന ദൈവം, അറിവില്ലായ്മയെ പരിഗണിക്കുന്ന ദൈവം, അറിവില്ലായ്മയിൽ അങ്ങനെ വിശ്വസിച്ച് കൈക്കൊണ്ടവരെ ദൈവം രക്ഷിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റോമർ 10:13 വായിക്കുന്ന യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 പറയാണ്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നാണ് വായിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവ മെസ്സിഹ എന്നുള്ള ഏക നാമമാകുന്നു. ആ നാമത്തിലാണ് മനുഷ്യൻ്റെ പാപങ്ങളുടെ മോചനമുള്ളത്. ആ നാമത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പും രക്ഷയുമുള്ളത്. ആ നാമം ശത്രു കാണാതെ വണ്ണം നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന നാമമാണ്. അത് വിശ്വാസികൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച നാമമാണ്. അത് വീണ്ടെടുപ്പിന് വേണ്ടി യഹോവ സ്വീകരിച്ച നാമമാണ്. തേജസ്സിൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ സ്വീകരിക്കപ്പെട്ട നാമമാണ് യേശുവ എന്നുള്ള ആ പരിശുദ്ധമായ നാമം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്,
കർത്താവായ യേശുവ മെസ്സിയുടെ നാമത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ആ നാമത്തിലുള്ള രക്ഷയെ കൈക്കൊള്ളുകയും ആ നാമത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്ന പ്രകാരം അവൻ്റെ നാം വിളിച്ച് ആലളിയ 22:14 പറയുന്ന അവൻ്റെ നാം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകി കളയുക. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:38 കർത്താവ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം പത്രോസ് മുഖാന്തരം അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് യേശുനാമക്കാർ എന്നൊരു നാമമാണ്. എന്നാൽ ഞങ്ങൾ ആ നാമത്തിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ ബൈബിളിലെ മുഴുവചനങ്ങളെയും വിശ്വസിക്കുന്നു. ഞങ്ങൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 പദവികളിൽ, 3 ഓഫീസുകളിൽ, 3 ഡിസ്പെൻസേഷനിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പിതാവ് ഒരു ദൈവവും പുത്രനൊരു ദൈവവും പരിശുദ്ധാത്മാവ് ഒരു ദൈവവുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ബൈബിൾ ഒരിക്കലും അംഗീകരിക്കാത്ത ത്രിയേക ദൈവമോ ത്രിത്വ ദൈവമോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഏകദൈവം എന്ന് ഞാൻ എന്ന ഏക പദത്തിൽ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രസ്താവിക്കുന്ന ഏക സത്യദൈവത്തിൻ്റെ 3 വെളിപ്പാടുകളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാനവരക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നാമം ധരിച്ച് കഷ്ടത അനുഭവിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുറിവാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങുകയാണ്. അവിടെ ഇസ്രായേൽ ജനത്തിലെ ഒരു ഭാഗം ആളുകൾ കർത്താവ് യേശുവ മിശിഹയുടെ നഗരപ്രവേശനങ്ങൾ കഴുതക്കുട്ടിപ്പുറത്ത് അവർ സഞ്ചരിച്ചപ്പോൾ അവിടെ മുൻപ് നടന്നവർ യഹോവയുടെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ഉള്ള ഉദ്ധരണിയെ സക്കറിയ പ്രവചനത്തിൽ നിന്നും എടുത്തുകൊണ്ട് അവർ ഒരു കൂട്ടം ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചും ഒലിവിൻ്റെ കൊമ്പുകൾ വെട്ടി അതിൻ്റെ ഇല വഴിയിൽ വിതറിയും അവനെ എതിരേറ്റുവെങ്കിൽ അന്ന് നിഷേധിക്കപ്പെട്ട യഹൂദൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്നത്തെ പരമ്പരാഗത ക്രിസ്തീയ സഭകളോട്, വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളും യേശുവ മെസ്സിഹ എന്നുള്ളത് മറ്റൊരു ദൈവമല്ലെന്നും അവൻ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷയ്ക്കായി സ്വീകരിക്കപ്പെട്ട യഹോവയുടെ നാമമാണെന്നും അത് മനസ്സിലാക്കിയുള്ള രക്ഷ നിങ്ങൾ കൈക്കൊള്ളണമേ എന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് യേശുവ മെസ്സിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.